ഇന്നത്തെ ടോപ്പിക് വൃക്കരോഗത്തെ പറ്റിയിട്ടാണ്. ഇന്ന് ധാരാളമായിട്ട് വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് വൃക്കരോഗം. ഹൃദയരോഗത്തെക്കാളും ഏറ്റവും വലിയ മാരകമായ രോഗമായിട്ട് തന്നെയാണ് വൃക്കരോഗത്തെ കാണപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ രോഗി ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈവൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് പോലും ഒരുപാട് ചിലവേറിയ ഒരു ചികിത്സ തന്നെയാണ് ഈ അസുഖത്തിനുള്ളത്. അതുപോലെ തന്നെയാണ് ഡയാലിസിസ് വളരെ അപ്പർ ഹൈ ക്ലാസ് ആയ ആളുകൾക്ക് മാത്രം തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാര്, അതായത് മിഡിൽ ക്ലാസ്, അതിന് താഴെയുള്ള ആൾക്കാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ വരെ മാക്സിമം അവർക്ക് ഈ ചികിത്സ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ ആ ചികിത്സ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. നമുക്ക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്കരോഗം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ലക്ഷണങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്കത് നിശ്ചയിക്കാവുന്നതാണ്. ആദ്യത്തെ ഇത് എന്ന് പറയുന്നത് ശ്വാസതടസ്സമാണ്. ശ്വാസതടസ്സം രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം നമുക്ക്. ഒന്ന്, HBയുടെ പെർസെൻറ്റേജ് കുറയുന്നത് മൂലം. HB% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് രക്താണു ആണ്. ഇപ്പൊ രക്താണുയുടെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുന്നു. അതും ഒരു റീസൺ ആണ്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ഒരു വെള്ളം കെട്ട് നിൽക്കുക അല്ലെങ്കിൽ നീർ കെട്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്വാസത്തിൽ തടസ്സം വരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ഷീണം അല്ലെങ്കിൽ തളർച്ച. ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കിഡ്നിയാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എറിത്രോപോയറ്റിനാണ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിനും അതിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നത്. അപ്പൊ വൃക്കയിൽ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എറിത്രോപോയറ്റിൻ ഉൽപാദനത്തിന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ഉള്ളത് കൊണ്ട് അനീമിക് ആവും പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റ് അനീമിക് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളർച്ച, ക്ഷീണം ഇതുപോലെ തന്നെ അനുഭവപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഇനി വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് മൂത്രത്തിൽ തന്നെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരാവുന്നതാണ്. മൂത്രത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങളെ അത് ഫിൽട്ടർ ചെയ്തിട്ട് മൂത്രത്തിന്റെ കൂടെ അത് പുറന്തള്ളപ്പെടും. നമ്മുടെ ടോക്സിൻസ് നമ്മളെ യൂറിനിൽ കൂടെയാണ് അത് ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും കുറവ് വരികയാണ് അല്ലെങ്കിൽ തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂത്രത്തിലൂടെ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങുന്ന സമയത്ത്, അതായത് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി വളരെയധികം കൂടുന്നു. ഇനി മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി വളരെയധികം കൂടിയാൽ തന്നെ ചിലവർക്ക് വളരെ കട്ടി കുറഞ്ഞിട്ടും ധാരാളമായിട്ട് മൂത്രം പോകുന്നു. ചിലവർക്ക് കട്ടി കൂടിയിട്ടും വളരെ കുറച്ചായിട്ട് മൂത്രം പോകുന്നു. ഇനി മൂത്രത്തിലും നിങ്ങൾക്ക് എന്തുണ്ടാവാം, രക്തം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ ചിലപ്പോൾ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ പതയോ നുരയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മൂത്രത്തിൽ കൂടെ നമുക്ക് വൃക്കരോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ഇനി ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നീര് വരിക, അതായത് നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങൾ പുറന്തള്ളപ്പെടാണ്ട്, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് പുറത്തേക്ക് പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ തന്നെ അടിഞ്ഞുകൂടും. അപ്പൊ അടിഞ്ഞുകൂടുമ്പോൾ എവിടെയൊക്കെ നമുക്ക് നീര് കണ്ടുവരാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺതടത്തില്, മുഖത്ത്, കയ്യില്, കാലില്, കാൽപാദം, കൈപ്പാദം എന്ന് പറയുന്ന ഏരിയാസിലൊക്കെ നമുക്ക് ഈ വൃക്കരോഗം നീര് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ ചുറ്റും നമുക്ക് നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്.
അതുപോലെ തന്നെ നെക്സ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലും തടിപ്പും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ചൊറിച്ചിലും തടിപ്പും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയാണ് ശരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ബോഡിയിൽ പുറത്തു പോകാണ്ടാവുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലും തടിപ്പും കണ്ടുവരുന്നു. പിന്നെ ഈ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, നോസിയ എന്ന് പറയും, അല്ലെങ്കിൽ മനം പുരട്ടൽ എന്ന് പറയും, അല്ലെങ്കിൽ ചിലർ ഛർദ്ദിച്ച് കളയും. ഇതും ഒരു ലക്ഷണമാണ്. പിന്നത്തെ ലക്ഷണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തണുപ്പ് ഫീൽ ചെയ്യും. തണുപ്പ് ഫീൽ ചെയ്യുക എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് അനീമിക് ആവുന്നത് കൊണ്ടാണ്. അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ HBയുടെ പെർസെൻറ്റേജ്, അതായത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.